ഈ മകരവിളക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ മകരവിളക്ക്, പക്ഷെ അത് കാണാനാണല്ലോ ഭക്തർ മുഴുവൻ ഈ ആന്ധ്രയിൽ നിന്നൊക്കെ എത്തുന്നത്. കറക്റ്റ്. അത് പക്ഷെ നമ്മൾ തുറന്ന് സമ്മതിക്കാറില്ലല്ലോ ഇപ്പോഴും. അങ്ങനെ അത് കത്തിക്കുകയാണെന്ന് പറയാറില്ലല്ലോ. ഞാൻ ഞാൻ ഇത് എടുക്കുന്ന സാറിനെ തന്നെ കാണിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ മലയാളികളുടെ ഒന്ന് കുറച്ചൊരു സ്യൂഡോ അഭിമാനത്തിൻ്റെയും കൂടെ പ്രശ്നമാണ്. അതായത് എന്താ വിഷയമെന്ന് കേൾക്കുമ്പോൾ അങ്ങേക്ക് കൗതുകം തോന്നുന്നത്. ഇത് എനിക്കറിയില്ല അവിടെ നിന്ന് കാണാൻ പറ്റുമോയെന്ന്. ഇത്രയുള്ള സംഭവം. ഓക്കെ. ഈ താഴെ കത്തിക്കുന്നത് മകരവിളക്ക്, മേളി കത്തിക്കുന്നത്, മേളി വരുന്നത് മകരജ്യോതി. എന്താണെന്നറിയാമോ ഈ 3 പ്രാവശ്യം കത്തിക്കുന്നത്? കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ദീപാരാധന ഒഴിയുകയാണ്. പണ്ട് മലയരയന്മാർ 900 വർഷങ്ങളായിട്ട് സാർ അമ്പലത്തിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ? ആരതി ഒഴിയുന്നതാണ് ഈ 3 പ്രാവശ്യം. ഇന്ന് പോലീസുകാർ ചാക്കിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് പോലീസുകാർ അതിൻ്റെ പുറത്ത് ചാക്കിടും, ചാക്ക് മാറ്റും. എത്ര മോശമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള മറ്റൊരു വിഷയം. യഥാർത്ഥ വിഷയം എന്താ? 1950കളിൽ ഈ സ്ഥലം KSEBയും ദേവസ്വം ബോർഡും ഒക്കെ കയ്യേറി. ഈ സ്ഥലം കയ്യേറി അവിടുത്തെ മലയരയന്മാരെന്ന് പറയുന്ന അതിപ്രാചീന ST വിഭാഗത്തെ, ഷെഡ്യൂൾഡ് ട്രൈബാണ്, കാസ്റ്റ് പോലുമല്ല, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തെ അവിടെ നിന്ന് പുറത്താക്കി. അവരുടെ അവകാശങ്ങൾ ഇവർ കവർന്നെടുത്തു. അപ്പോൾ ഇവരെല്ലാ വർഷവും റിക്വസ്റ്റ് വരുമ്പോൾ ഇവരെ മാറ്റി പോലീസുകാർ ചെയ്തു തുടങ്ങി. ഇത്രയുള്ള സംഭവം. ഈ സിമ്പിൾ സാധനം അങ്ങ് അറിയണം. ഇതുവരെ കേരള ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മുത്തശ്ശനെ കണ്ടുവന്ന്, അദ്ദേഹമായിരുന്നു തന്ത്രി, പന്തളം റോയൽ ഫാമിലിയെ കണ്ടു, തിരുവിതാംകൂർ രാജകുടുംബത്തെ കണ്ടു. അവരെല്ലാം പോസിറ്റീവാണ്. അവരെല്ലാം ഇത് കൊടുക്കണമെന്നുള്ള അവകാശം സ്റ്റാൻഡുകാരാ. ആദിവാസികൾക്ക് മലയരയർക്ക് തിരിച്ചു കൊടുക്കണം. അതിൻ്റെ കേസ് നടക്കുക ഇപ്പോൾ ഹൈക്കോടതിയിൽ.